തിരികെ വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയതോടെ കണക്കുകൂട്ടലിൽ മുന്നണികൾ. ആറാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത്. BJP ക്യാമ്പിൽ ആശങ്ക ശക്തമാകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. ജൂൺ 1-നാണ് അവസാനഘട്ടം വോട്ടെടുപ്പ് നടക്കുക. സ്വാതി സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സ്വാതി, ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് മനസ്സിലായി ഏകദേശം കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന്. അത്തരത്തിലുള്ള ക്യാമ്പയിനർ നരേന്ദ്രമോദി വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നത് മുസ്ലിം വിരുദ്ധത, വർഗീയ പ്രചാരണം എല്ലാം വെച്ചുകൊണ്ടായിരുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഒരു പേടി, തോൽവി, പരാജയ ഭീതി BJPക്ക് ഉള്ളിലുണ്ടായി. അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ച് പോളിംഗ് ശതമാനത്തിൻ്റെ കൃത്യമായ കണക്ക് ഇന്ന് വരെ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്രമാണ് കഴിഞ്ഞ 5 ഘട്ടങ്ങളിലെയും പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു ഏകദേശ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാൻ സന്നദ്ധരായത്. ആറാം ഘട്ടത്തിലെ ഔദ്യോഗിക പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് ഇപ്പോൾ ഈ നിമിഷം വരെയും പുറത്തേക്ക് വന്നിട്ടില്ല. വലിയ ഒരു സമ്മർദ്ദത്തിലേക്ക്, പരാജയ ഭീതിയിലേക്ക് തന്നെയാണ് BJP പോകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകളാണോ പുറത്തു വരുന്നത്? ഏത് രീതിയിലാണ് ആറാം ഘട്ടം കഴിഞ്ഞതോടുകൂടി വിവിധ മുന്നണികൾ പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസവും മുന്നണികളുടെ കാൽക്കുലേഷൻസും? വിനിഷ, എന്തായാലും ആറാം ഘട്ടം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളെ പോലെ തന്നെ പോളിംഗ് ശതമാനം വലിയ തരത്തിൽ കുറഞ്ഞിരിക്കുന്നു. മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ ഇതുവരെയുള്ള ഘട്ടത്തിൽ, അതായത് 6 വരെയുള്ള ഘട്ടത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറാം ഘട്ടത്തിൽ തന്നെയാണ്. അതായത് 61.22% പോളിംഗ്. ഇതിൽ ആദ്യത്തെ ഘട്ടത്തിലുള്ള പോളിംഗ് ശതമാനം 66%, രണ്ടാം ഘട്ടത്തിൽ 66%, മൂന്നാം ഘട്ടത്തിൽ 65%. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഘട്ടം നാലാമത്തെ ഘട്ടമാണ്. അതായത് 69% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും മോദി അടക്കമുള്ള BJP നേതാക്കൾ വലിയ തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു. മുസ്ലിം വിരുദ്ധതയൊക്കെ എല്ലാ പ്രചരണ റാലികളിലും വിളമ്പുന്നു. അത്തരത്തിലാണ് BJPയുടെ പ്രചരണം ശക്തമായിരുന്നത്.